quick and cost effective, useful for exploratory research or when it is difficult to access certain population. ചെറുപ്പത്തിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടും ഉന്നത വിദ്യാഭ്യാസം നേടി. കുറുമാത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, കല്യാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സാമൂഹിക ശാസ്ത്ര അധ്യാപകനായി. 2014 വിരമിച്ചു. പക്ഷേ വിശ്രമിച്ചില്ല. അന്ധവിദ്യാലയത്തിൽ അധ്യാപനം തുടർന്നു. കാഴ്ച പരിമിതിയാൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർക്ക് തുടർ പഠനത്തിനുള്ള ആശാകേന്ദ്രം കൂടിയാണിവിടം. ഈ ബ്രെയിലില് പാഠ്യവിഷയങ്ങളൊന്നും ലഭ്യമല്ലാതിരുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അന്ന് ബ്രെയിൽ പുസ്തകങ്ങളൊക്കെ ബ്രെയിൽ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചായിരുന്നു നമ്മൾ പകർത്തി കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ ആ ട്രാൻസ്ക്രിപ്ഷൻ സെൻറ്റർ കമ്പ്യൂട്ടറൈസ്ഡ് ബ്രെയിൽ പ്രിൻ്റർ ഉപയോഗിച്ചുള്ള വലിയൊരു സ്ഥാപനമായിട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ 6 കുത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ബ്രെയിൽ ലെറ്റർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. 6 കുത്തായിരിക്കും. ഇപ്പം ഈ 6 കുത്തിങ്ങനെ തൊട്ടിട്ടാണ് നമ്മൾ 6 കുത്തി. ഇപ്പം എല്ലാ അക്ഷരത്തിനും 6 കുത്ത് വേണ്ടി വരില്ല. യൂണിവേഴ്സൽ ബ്രെയിലി ആൻഡ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി എന്ന സ്ഥാപനം 1991 തുടങ്ങി. ഇതാണ് പിന്നീട് മാതൃകാ അന്ധവിദ്യാലയമായത്. UP ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാതൃകാ അന്ധവിദ്യാലയത്തിൽ സൗജന്യ പഠനം, താമസം, ഭക്ഷണം എന്നിവയൊരുക്കി. ബ്രെയിൽ ട്രാൻസ്ക്രിപ്ഷൻ, ഓഡിയോ ലൈബ്രറി എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നു. എന്നാൽ വിദ്യാരണ്യൻ ആവട്ടെ പാൽക്കടലിന്റെ മധ്യത്തിലാണ് ശ്രീപുരം എന്ന് പറയുന്നു. 4000-ലേറെ ഓഡിയോ ബുക്സ് നമ്മൾ ഈ ലൈബ്രറിയിൽ ഉണ്ട്. അത് പുസ്തകം ഉണ്ടാക്കുന്നതിന് ഇവിടെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വോയിസ് ബാങ്ക് ഉണ്ട്. ഏറ്റവും മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ്, ഇതേ വിഭാഗത്തിൽ സംസ്ഥാന അവാർഡ്, അജിത് ബാലകൃഷ്ണൻ ഫൗണ്ടേഷൻ ഇന്നവേറ്റീവ് അവാർഡ് തുടങ്ങിയവ ഇദ്ദേഹത്തെ തേടിയെത്തി. സംവിധായകൻ ജയരാജിന്റെ നിറയെ തത്തകളുള്ള മരം എന്ന സിനിമയിൽ പ്രധാന വേഷവും ചെയ്തു. ക്യാൻ ഫസ്റ്റ് വലിയ കടക്കം സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഗോവ ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ട് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.